ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ക്ലാസ് 7 മാത്സ് ചാപ്റ്റർ 13% ശതമാനം. പേജ് നമ്പർ 187 ചോദ്യങ്ങളും ഉത്തരങ്ങളും മലയാള മീഡിയക്കാർക്ക് പ്രത്യേകം ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യം ഞാൻ എല്ലാവർക്കും ഇംഗ്ലീഷ് പ്ലസ് മലയാളം കമ്പൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറേ കമൻറ്റ്സ് കണ്ടതുകൊണ്ടാണ് മലയാളം മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും വൈക്കണക്കായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ വൈക്കണക്കും കാണിക്കുന്നതാണ്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളെന്താണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് കാണുക. ലെസ്ലെ കുറവ് ആൻഡ് മോറിലെ കൂടുതലേ കുറച്ചും കൂട്ടിയും എന്നുള്ള ആ ഭാഗമാണ്, ആ പോർഷനാണല്ലേ. പേജ് നമ്പർ 187 പ്രോബ്ലം അല്ലേ. 15% കുറവുണ്ട്, ലെസ് ഉണ്ട് അല്ലേ. 80% റൈസ് ഉണ്ട്, കൂടുതലുണ്ട് അല്ലേ. ഓരോന്നും കൂടുതലുണ്ട് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് അതാണ് കുറവും കൂടുതലും അല്ലേ, ലെസ് ആൻഡ് മോർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 187 ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 4000 രൂപയുള്ള ഒരു സൈക്കിളിന് ഇപ്പോൾ 15% വിലക്കുറവുണ്ട്. ഇപ്പോൾ അത് വിൽക്കുന്നത്, സോൾഡ് ചെയ്യുന്നത് 15% കുറച്ചിട്ടാണ്, ലെസ് ആയിട്ടാണല്ലേ. അതായത് 15% വില കുറച്ചിട്ടാണ്. ലെസ് എന്ന് പറഞ്ഞാൽ കുറവില്ലേ, ലെസ് ആയിട്ടാണ്, കുറവായിട്ടാണ്. അങ്ങനെ കുറച്ചിട്ടുള്ള ഇപ്പോഴുള്ള വിലയാണ് ചോദിച്ചതില്ലേ, കറൻറ്റ് പ്രൈസ്. ഇപ്പോഴത്തെ വില എത്ര രൂപയാണ്? സൈക്കിളിൻ്റെ വില എത്രയാണ്? 4000 രൂപയാണ്. അപ്പോൾ സൈക്കിളിൻ്റെ വിലയുടെ എത്ര ശതമാനം കുറച്ചിട്ടാണ് ഇപ്പോൾ വിൽക്കുന്നത്? അല്ലേ, 15% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 15% നമ്മൾ ആദ്യം കാണല്ലേ. 15% എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാണണമല്ലേ. പെർസെൻറ്റേജ് കാണാൻ എന്താണ്? ഡിവൈഡഡ് ബൈ 100 ആണ് നമ്മൾ കാണേണ്ടതില്ലേ. 15% പറഞ്ഞാൽ 15/100 അല്ലേ. 15 ഹരിക്കണം 100 എന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ 15% കണ്ടിട്ട് അത് നമ്മൾ ലെസ് ആണല്ലേ, കുറയ്ക്കണം, കുറവാണെന്നാണ് പറഞ്ഞതില്ലേ. 15% കുറവാണ്. ഇപ്പോഴുള്ള വില എന്ന് പറഞ്ഞാൽ ഈ 4000 റുപ്പീസ് ആദ്യമുള്ള വിലയിൽ നിന്ന് 15% കുറച്ചിട്ടാണ് ഇപ്പം വിൽക്കുന്നത്. അപ്പോൾ ആ 15% നമ്മൾ കണ്ടിട്ട് ഈ ആദ്യമുള്ള വിലയിൽ നിന്ന് മൈനസ് ചെയ്യണം, കുറയ്ക്കണം അല്ലേ. സൈക്കിളിൻ്റെ വില, പ്രൈസ് ഓഫ് ബൈസിക്കിൾ എന്താണ്? 4000 അല്ലേ, 4000 ആണ്. അതിന് 15% ലെസ് അല്ലേ, 15% കുറവാണ് ഇപ്പം കൊടുക്കുന്ന വില. അപ്പോൾ 15% എത്രയാണ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ആദ്യം 15% കാണണം. 4000 ആണ് എന്ത്, നമ്മുടെ സൈക്കിളിൻ്റെ വില. അതിൻ്റെ 15% എന്നാൽ 15/100 അല്ലേ, 15 ഹരിക്കണം 100 ആണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളതിന് 0 ഇവിടെയുണ്ട്, മേലെയുണ്ട് അല്ലേ, താഴെയുണ്ട് മേലെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. മുകളിൽ നിന്ന് 2 zeros, താഴെ നിന്ന് 2 zeros നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എന്ത് വരും? 40 × 15 അല്ലേ, 40 × 15 അല്ലേ. ഈ ബൈ 1 ഇവിടെ പോയി അല്ലേ. 15/1 എന്താണ്? 15 തന്നെയാണ് അല്ലേ. ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? 1 കൊണ്ട് ഗുണിച്ചാലും ആ സംഖ്യ തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് 15നെ 40 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് അല്ലേ. ആദ്യം നമ്മൾ സീറോസ് വരുന്ന മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി ട്രിക്ക് എന്താണ്? നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 4 × 15 എത്രയാണ്? 15 × 4 എന്ന് പറഞ്ഞാൽ 4 5 20 0 ശിഷ്ടം 2 അല്ലേ, ബാലൻസ് 2. 1 4 4 5 6 അല്ലേ, 60 അല്ലേ. നമ്മളെന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ശിഷ്ടം, ഈ ബാലൻസ് കൂടി കൂട്ടിയിട്ടാണ് എഴുതേണ്ടത് അല്ലേ. 4ഉം 2ഉം 6. അപ്പോൾ 60 എന്ന് കിട്ടി. 60ഉം പിന്നെന്താണ്, നമ്മൾ 4 × 15 ആണ് ചെയ്തത് അല്ലേ. പിന്നെ ഒരു 0 ഉണ്ട്, ആ 0 എക്സ്ട്രാ എടുക്കുക അല്ലേ. സീറോസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി മെത്തേഡാണ് അല്ലേ. 0 നമ്മൾ അവിടെ വെക്കുക അല്ലേ. നമ്പേഴ്സ് അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഈ 0 പിന്നെ ഇട്ടെടുത്താൽ മതി. ഓക്കെ, അക്കങ്ങളല്ലേ. 4 × 15 ചെയ്തപ്പോൾ നമുക്ക് 60 കിട്ടി. പിന്നെ ഇവിടെ ഉള്ള ഒരു 0, അപ്പോൾ 600 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ 4000ൻ്റെ 15% പെർസെൻറ്റ് മാത്രമാണ് കണ്ടത് അല്ലേ. 4000ൻ്റെ 15% എന്ന് പറഞ്ഞാൽ 15/100 ആണ് കണ്ടത്. അപ്പോൾ 15% കുറവാണല്ലേ, ലെസ്സാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴുള്ള വില 15% കുറച്ചിട്ടാണ് ഇപ്പം കൊടുക്കുന്നത് അല്ലേ. അതായത് ആദ്യമുള്ള നമ്മുടെ 4000 ആണ് ഒറിജിനൽ പ്രൈസ് അല്ലേ, സൈക്കിളിൻ്റെ വില. അതിൽ നിന്നും 600 കുറച്ചിട്ട് അല്ലേ. അതായത് 15% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. 15% നമ്മൾ കണ്ടു 600. അപ്പോൾ 15% കുറവുണ്ടല്ലേ, വിലക്കുറവുണ്ട്, ലെസ്സായിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ 4000ൽ നിന്ന് 600 കുറച്ചാൽ എത്രയാണ്? അപ്പോൾ 40ൽ നിന്നും 6 കുറച്ചാൽ എത്രയാണ്? 34 എന്ന് കിട്ടി. പിന്നെ എത്ര 0 ഉണ്ട്? 2 0 കൂടി ഉണ്ട്. നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക അല്ലേ, മൈനസ് ചെയ്ത് നോക്കുക. കുറച്ച് നോക്കുമ്പോൾ 4000 രൂപയിൽ നിന്നും 600 രൂപ കുറച്ചാലില്ലേ എത്ര കിട്ടും? 3400 RS രൂപ അല്ലേ. 3400 റുപ്പീസിലെ RS രൂപ എന്ന് പറഞ്ഞാൽ ആ രൂപക്കില്ലേ 3400 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ആ സൈക്കിൾ കിട്ടും. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാകുമ്പോൾ 15% ഡിസ്കൗണ്ട് ഉള്ളപ്പോൾ വാങ്ങിയാലില്ലേ 4000 രൂപയുടെ സൈക്കിൾ നമുക്ക് 3400 രൂപയ്ക്ക് വാങ്ങാം. ഇതൊരു മെത്തേഡാണ്, നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ്. ഇപ്പോൾ ഈ പാട്ടിൽ ലെസ് ആൻഡ് മോർ എന്നുള്ള ഈ പോർഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ പുതിയൊരു മെത്തേഡ് കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ചെയ്തത് എന്താണ്? ഇങ്ങനെയല്ലേ, അതിൻ്റെ 15% കണ്ടിട്ട് അത് മൈനസ് ചെയ്ത് ഇത്രയും നേരം ചെയ്ത മെത്തേഡൊക്കെ. ഇനി വേറൊരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേ പ്രോബ്ലം തന്നെയാണ്. ഈ പ്രോബ്ലത്തിൻ്റെ തന്നെ അനദർ മെത്തേഡ്, വേറൊരു മെത്തേഡ്. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലേ. നമ്മുടെ ആൻസർ ഉത്തരം 3400 രൂപക്കാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഉത്തരം നോർത്ത് നോക്കുക കേട്ടോ. നമുക്ക് ഇനി വേറൊരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ഈ ഉത്തരം തന്നെയാണ് കിട്ടുന്നത് നോക്കാൻ. 3400 അല്ലേ, 3400 തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കാം.
ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, വേറൊന്ന് മറ്റൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. 15% ലെസ്സിൽ, 15% വിലക്കുറവിലാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 15% വിലക്കുറവ് പറഞ്ഞാൽ ടോട്ടൽ എത്ര ശതമാനം ഉണ്ടാവില്ലേ? 100% അല്ലേ? നമ്മൾ ഫുള്ളില്ലേ 100ൽ 100% വിജയം എന്നൊക്കെ പറയില്ലേ സ്കൂളിൽ. എല്ലാവരും വിജയിച്ചാൽ 100ൽ 100% വിജയമാണ് സ്കൂൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100% ആണ്. ആ 100%ലാണ് 15% നമ്മൾ വിലക്കുറവ് കൊടുക്കുന്നത്, ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ 100ലാണ് നമ്മൾ പെർസെൻറ്റ്, ടോട്ടൽ എന്താണ് 100. ആ 100ലാണ് 15% വിലക്കുറവുള്ളത്. 15% ലെസ് ആണെന്ന് പറഞ്ഞാൽ 100% അല്ലേ? 100%ൽ നിന്നും 15% കുറവാണല്ലേ? 15% കുറവാണെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ മീനിങ്. 100ന്ന് 15 പോയാൽ 85% അല്ലേ? 85%. 100ന്ന് 15 പോയാൽ എത്രയാണ്? മൈനസ് ചെയ്യുക, കുറയ്ക്കുമ്പോൾ നമുക്ക് 85 എന്ന് കിട്ടില്ല. 15 പോയാൽ 85. അപ്പോൾ ഈ 85% നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത് അല്ലേ? എത്ര വിലക്കുറവുള്ളത്? അപ്പോൾ ഈ 4000 രൂപയാണ് സൈക്കിളിൻ്റെ വില അല്ലേ? ഒറിജിനൽ വില അല്ലേ? നമ്മളെ സൈക്കിളിൻ്റെ വില എത്ര? 4000. ഈ 4000ൻ്റെ 85% നമുക്ക് ഡിസ്കൗണ്ട്, വിലക്കുറവുള്ളത്, ലെസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 85% കണ്ടാൽ മതി അല്ലേ? അതാണ് ഒരു എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തറിയണം അല്ലേ? ആകെ ഈ പെർസെൻറ്റ് കുറവ് എന്ന് പറയുന്നതൊക്കെ 100ലാണ് ഈ 15% കുറവ് എന്ന് പറയുന്നത് അല്ലേ? 1% കുട്ടികൾ തോറ്റു, അതായത് 100% കുട്ടികളിൽ നിന്നാണ് 1% കുട്ടികൾ തോറ്റു എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ 100 മൈനസ് 15 അല്ലേ? 100%ത്തിൽ നിന്ന് 15 കുറച്ചാൽ എത്രയാണ്? 85. ഈ 85%ത്തെയാണ് അല്ലേ 15% കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ വില എത്രയാണ്? 4000 അല്ലേ? സൈക്കിളിൻ്റെ വില 4000 ഇൻറ്റു 85%നെ നമ്മൾ എങ്ങനെ ചെയ്താൽ ബൈ 100 അല്ലേ? ശതമാനം കാണാനല്ലേ? 85% എന്ന് പറഞ്ഞാൽ 85/100 അല്ലേ? ശതമാനം കാണാൻ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് അല്ലേ? 4000 അല്ലേ ഒറിജിനൽ പ്രൈസ്. സൈക്കിളിൻ്റെ വിലയുടെ 85% പറഞ്ഞാൽ സൈക്കിളിൻ്റെ വില ഇൻറ്റു 85/100 ആണ്. അപ്പോൾ സീറോസ് ഇവിടുന്ന് 2 വെട്ടിയാൽ മുകളിൽ നിന്ന് 2 നമുക്ക് വെട്ടാം, ക്യാൻസൽ ചെയ്യാം. നമുക്ക് എത്ര കിട്ടി? 40 ഇൻറ്റു 85, 40 ഇൻറ്റു 85 അല്ലേ? ബൈ 1 എന്താണ്? ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ 40ഉം 85ആണ് പിന്നെ ബാക്കിയുള്ളത്. 40 ഇൻറ്റു 85 എത്രയാണ് അല്ലേ? സീറോ ഉള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി ട്രിക്ക് എന്താണ്? നമ്മൾ സീറോ അവിടെ വെക്കുക അല്ലേ? നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഈ സീറോ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്പേഴ്സ് എത്രയാണ്? 85 ഇൻറ്റു 4 ചെയ്ത് നോക്കുക. എത്രയാണ്? 4 5 20ന് 0 ശിഷ്ടം 2 അല്ലേ? ബാലൻസ് 2. 8 4 എത്രയാണ്? 8 4 32 അല്ലേ? 4 8 32ഉം 2 34 അല്ലേ? ശിഷ്ടവും കൂടിയില്ലേ? ബാലൻസ് കൂടി കൂട്ടുമ്പോൾ 340 എന്ന് കിട്ടി. 340 നമ്മൾ ഈ സീറോ കൂട്ടാതെയാണ് മൾട്ടിപ്ലൈ ചെയ്തതില്ലേ? 85 ഇൻറ്റു 4 ചെയ്തതിന് ശേഷം പിന്നെ 0 ഇട്ട് കൊടുക്കുക. ആ 0 കൂടി ഇടുമ്പോൾ 3400 അല്ലേ? 3400 എന്ന് നമുക്ക് കിട്ടി. ഇതല്ലേ നേരത്തെ കിട്ടിയ ഉത്തരം? നമ്മുടെ സൈക്കിളിൻ്റെ അതേ പ്രോബ്ലത്തിൻ്റെ വേറൊരു മെത്തേഡാണ് നമ്മൾ ഈ ചെയ്തത്. അപ്പോൾ ഇനിയുള്ള മെത്തേഡൊക്കെ ഇങ്ങനെ ചെയ്താൽ പോരെ? ഇതല്ലേ എളുപ്പം? നമുക്കറിയാം അല്ലേ? ഈ എത്ര പെർസെൻറ്റേജ്, 15% കുറവ്, ലെസ് എന്നൊക്കെ പറയുന്നത് 100ൽ നിന്നാണ് പറയുന്നത്. നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആ ശതമാനം ഓർത്താൽ മതിയില്ലേ? 100% വിജയം എന്നൊക്കെ പറയലില്ലേ? അതാണ് ഫുള്ള് എല്ലാവരും ജയിച്ചതിനെയാണ് 100% വിജയം എന്ന് പറയുന്നത്. അപ്പോൾ 100ൽ 15% കുറച്ചിട്ടാണ് വിൽക്കുന്നത്. അതായത് 85% ആണ് ഇവിടെ ഡിസ്കൗണ്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ വില 4000ൻ്റെ 85% കണ്ടാൽ മതി. അതായത് 4000ൻ്റെ 85% ശതമാനം എന്ന് പറയുന്നത് 85/100 ആണ്. അത് ചെയ്താൽ നമുക്ക് എന്താണ്? സീറോ ക്യാൻസൽ ചെയ്യാൻ മറക്കരുതില്ലേ? വെട്ടിപ്പോവാം അല്ലേ? മുകളിലും താഴെ ഉണ്ടെങ്കിൽ നടുവിലുള്ളതൊന്നും വെട്ടരുത്, അറ്റത്തുള്ളത് വെട്ടുക. മെത്തേഡല്ലേ എളുപ്പമുള്ള മെത്തേഡ്? കമൻറ്റ് ബോക്സ് വഴി ഒന്ന് അറിയിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കഴിഞ്ഞ വർഷം ഒരാളുടെ ശമ്പളം 30,000 രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഒരാളുടെ സാലറിയിലെ, അതായത് ശമ്പളം ഒരാളുടെ മന്ത്ലി സാലറിയിലെ, മാസ വരുമാനം അല്ലേ? മാസത്തിലുള്ള ശമ്പളം. ഈ വർഷം ഇത് 8% കൂടി അല്ലേ? 8% ഇൻക്രിമെൻറ്റ്. അതായത് സാലറി നമുക്ക് എന്താണ് ഓരോ വർഷവും കുറച്ച് കൂടാറുണ്ടല്ലേ? അപ്പോൾ 8% വെച്ചിട്ട് അടുത്ത വർഷം ഈ വർഷം അല്ലേ? കഴിഞ്ഞ വർഷം 30,000 ആണെങ്കിൽ ഈ വർഷം എന്തായി? അത് 8% കൂടിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ മാസശമ്പളം എത്ര രൂപയാണ് അല്ലേ? മന്ത്ലി സാലറി, മാസ വരുമാനം അല്ലേ? മാസശമ്പളം ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ എത്രയാണ്? കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയറിൽ 30,000 ആണ്. ഈ വർഷം എന്താണ്? 8% കൂടുകയാണ് ചെയ്തത്, കുറയുകയല്ല, റൈസ് ചെയ്യുകയാണ് ചെയ്തത്, കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? 30,000 രൂപയുടെ 8% കൂടണം അല്ലേ? അപ്പോൾ അതിൻ്റെ 8% കണ്ടിട്ട് നമ്മൾ എന്താണ് അത് ആഡ് ചെയ്യുക. അപ്പോൾ ഈ 30,000ൻ്റെ 8% കണ്ടിട്ട് ആ കിട്ടിയ നമ്പർ നമ്മൾ ഈ ശമ്പളമല്ല കഴിഞ്ഞ വർഷത്തെ ശമ്പളത്തിനോട് കൂട്ടണമല്ലേ? ഇൻക്രിമെൻറ്റ് റൈസ് ആണല്ലേ? കൂടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ കൂട്ടിയിട്ട് എഴുതുക. അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് മെത്തേഡാണ് സ്റ്റെപ്പ് കുറവ്, വേഗം കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഫസ്റ്റുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 8% റൈസ് ചെയ്തില്ല, 8% കൂടിയിട്ടുണ്ട്. 8% ആണ് കൂടിയത്. അതായത് 100%ത്തിൽ നിന്നും 8 കൂടി അല്ലേ? നേരത്തെ നമ്മൾ ഡിഗ്രീസ് ചെയ്ത് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ 100%ത്തിൽ നിന്നും 15 കുറച്ചതാണല്ലേ? കുറയുന്നു എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ 100%ത്തിൽ നിന്ന് 8 റൈസായി എന്നാണ് പറയുന്നത് അല്ലേ? കൂടി കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് എന്താണ്? ടോട്ടൽ പെർസെൻറ്റേജ് 100% ആണ്. അതിൽ നിന്നാണ് ഈ കൂടി കുറഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 100ൻ്റെ 8%
കൂടി എന്ന് പറഞ്ഞാൽ 100 + 8 എത്രയാണ് 108 അല്ലേ. 100നോട് 8 കൂട്ടിയാൽ എത്രയാണ് 108% അല്ലേ പെർസെൻ്റ് എന്ന് കിട്ടി. കഴിഞ്ഞ വർഷത്തെ ശമ്പളത്തിൽ നിന്നും 8% കൂടിയിട്ടുണ്ടല്ലേ. കഴിഞ്ഞ വർഷത്തെ ശമ്പളം എത്രയാണ് 30,000 ആണ്. അപ്പോൾ ഈ 30,000 × 108% പെർസെൻറ്റേജ് കാണാൻ ബൈ 100 അല്ലേ, ഹരിക്കണം 100 ആണ് അല്ലേ. നമ്മുടെ ശമ്പളം അല്ലേ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയറിലുള്ള ശമ്പളം എന്താണ് 30,000 രൂപയാണ്. ഈ വർഷം 8% കൂടിയിട്ടുണ്ട് അല്ലേ, 8% റൈസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 30%നോട് ഈ വർഷം കൂടി 8% കൂടി എന്ന് പറഞ്ഞാൽ 100നോട് 8 കൂടിയിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ വർഷം 100% കിട്ടിയിരുന്നു, അതിനോട് 8 കൂടി ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലേ, കൂടിയിട്ടുണ്ട്, റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ 108% അല്ലേ. ഈ 30,000ൻ്റെ 108% കൂടിയത്. 30,000ൻ്റെ 108% പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ 108/100 ആണ്. അപ്പോൾ നമുക്ക് താഴെ 2 0 ഉണ്ട്, മുകളിൽ നിന്ന് 2 0 കട്ട് ചെയ്യാം അല്ലേ. തലക്കലുള്ള സീറോസ് വെട്ടണേ. 300 × 108 എന്ന് കിട്ടി. 108/1 108 തന്നെയാണ്. നെക്സ്റ്റ് സീറോസ് പോയാൽ ഇവിടെ 300 ആണുള്ളത്. 300 × 108 അല്ലേ. സീറോസ് വരുന്ന നമ്പേഴ്സ് ഗുണിക്കാനുള്ള എളുപ്പ വഴിയില്ലേ. മൾട്ടിപ്ലിക്കേഷൻ്റെ ഈസി ട്രിക്ക് എന്താണ്, നമ്മൾ അക്കങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഈ 0 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ അക്കങ്ങൾ ഏതാ 108 × 3 അല്ലേ. ആ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സീറോസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 8 8 2 8 16 3 8 24 4 ശിഷ്ടം 2 അല്ലേ, ബാലൻസ് 2 അല്ലേ. അപ്പം 0 × 3 0 ആണല്ലേ. 0നെ ഏതൊരു സംഖ്യയോട് ഗുണിച്ചാലും 0 ആണ് കിട്ടുക, +2. ഈ 2 കൂടി കൂട്ടുമ്പോൾ എന്ത് വരും 2 അല്ലേ. 0നോട് 2 കൂട്ടി. നെക്സ്റ്റ് 1 × 3 അല്ലേ, 1 3 3 324 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 324. പിന്നെന്താണ് ഈ 2 0 കൂടി നമ്മൾ ആദ്യം എടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ആ 0 പിന്നെ ഇട്ട് കൊടുക്കുക, മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 32,400 എന്ന് നമുക്ക് ആൻസർ കിട്ടി. കഴിഞ്ഞ വർഷത്തിൽ നിന്നും 8% കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 100% ആയിരുന്നെങ്കിൽ അതിനോട് 8% കൂടിയിട്ടുണ്ട്. അപ്പോൾ 108 കഴിഞ്ഞ വർഷത്തിൻ്റെ 30,000ൻ്റെ 108% കാണുക. ശതമാനം കാണാറുണ്ടെങ്കിൽ ബൈ 100 കാണുക. അത്രേ ചെയ്തിട്ടുള്ളൂ. അത്രക്കും സിമ്പിളാണ്. സിമ്പിളല്ലേ. മൂന്നാമത്തെ ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 10% വീതം കുറച്ചാൽ പരപ്പളവ് എത്ര ശതമാനം കുറയും? അതുപോലെ തന്നെയുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് നാലാമത്തതിലെ 10% കൂട്ടിയാൽ പരപ്പളവ് എത്ര കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇതേ മെത്തേഡിൽ ഇതേ രീതിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണല്ലേ ഒരു ചതുരം. ചതുരത്തിൻ്റെ എതിർവശങ്ങൾ എന്തായിരിക്കും? തുല്യമാണ് അല്ലേ. സമചതുരമാണെങ്കിലാണ് എല്ലാ വശങ്ങളും തുല്യം. ഇവിടെ ചതുരമാണ് പറഞ്ഞത്, അപ്പോൾ എതിർവശങ്ങൾ തുല്യമാണ്. അതായത് നമ്മൾ ഈ നീളവും ഉയരവും ഗുണിക്കുന്നതാണ് അതിൻ്റെ പരപ്പളവിലെ. പരപ്പളവ് പറഞ്ഞാൽ ഉള്ളിലുള്ള അളവാണ് അല്ലേ. ചുറ്റളവാണ് ചുറ്റുമുള്ള അളവ് കൂട്ടുന്നതില്ലേ. ഉള്ളിലുള്ള അളവാണ് പരപ്പളവ്. അപ്പോൾ പരപ്പളവ് ഇവിടെ ഉള്ളല്ലേ, 2 വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഏതെങ്കിലും 2 വശങ്ങൾ കണ്ടിട്ട് അത് ഗുണിച്ചാലില്ലേ അതിൻ്റെ ഇരട്ടി എടുക്കുന്നതാണ് അല്ലേ. അതായത് നീളം ഇൻറ്റു ഈ വീതിയില്ലേ, ഈ നീളവും വീതിയും ഗുണിക്കുന്നതാണ് പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം അല്ലേ, ഇക്വേഷൻ. ഇക്വേഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞുകൂടെ അല്ലേ, സമവാക്യമല്ലേ. മലയാളത്തിൽ ഇക്വേഷൻ എല്ലാവർക്കും അറിയില്ലേ അല്ലേ. കമൻറ്റ് ബോക്സ് ഫുള്ള് എന്താ മലയാളം എന്ന് പറയുന്നത് കാണാം. അപ്പോൾ കഴിയുന്നത് മലയാളത്തിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. ചില ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾക്ക് അറിയുന്ന വേർഡുകളൊക്കെ തന്നെയാണ് കടന്നു വരിക. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ നോക്കാം. ഇനി വൈ വേണമെന്ന് കമൻറ്റ് ചെയ്തവരുണ്ടല്ലേ, ഇതിലൂടെ വൈ കണക്കായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നതാണ്. അതിൻ്റെ ഇക്വേഷൻസിലെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് വിശദീകരിക്കാം. അതിന് മുന്നേ എങ്ങനെ കിട്ടുമില്ലേ, സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇവിടുന്ന് എങ്ങനെ ആൻസർ ഇല്ലേ പെട്ടെന്ന് കിട്ടും എന്നുള്ളത് ആദ്യം നോക്കാം. ഇത് ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര കുറയും എന്നാണ് ചോദിച്ചതില്ലേ. അപ്പോൾ പരപ്പളവിൻ്റെ ഇക്വേഷൻ സമവാക്യം എന്താണ്? നീളം ഇൻറ്റു വീതിയില്ലേ, നീളവും വീതിയാണല്ലേ. ഈ നീളവും ഈ വീതിയും ഗുണിക്കുന്നതാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ, ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലേ. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 10% വീതം കുറച്ചാൽ പരപ്പളവ് എത്ര ശതമാനം കുറയും? അപ്പോൾ ആദ്യം പുതിയ പരപ്പളവ് എന്ന് പറയുന്നത് 10% കുറച്ചതാണ്. നമ്മൾ കാണാറുണ്ടല്ലേ വിജയശതമാനം, സ്കൂളിലെ വിജയശതമാനം 99.9 അങ്ങനെ ഓരോ പെർസെൻറ്റേജിലെ 100ലാണ് അത് കണക്കാക്കുന്നതില്ലേ. 100ൽ 1% കുട്ടികളാണ് തോറ്റതെന്നൊക്കെ പറയലുണ്ട്. അതൊക്കെ എന്താണ്, 100ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 10% കുറച്ചു എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്മൾ എല്ലാ ശതമാനവും എല്ലാ പെർസെൻറ്റേജും 100ലാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുക അല്ലേ. 100ലാണ് ഈ 10% കുറവ് അല്ലേ. 10% കൂടുതൽ എന്നൊക്കെ പറയുന്നത് 100%-ത്തിനാണ് കമ്പയർ ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ 100ൻ്റെ 10% കുറച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. 100ൽ 10% കുറച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ആണല്ലേ, 90 ആണ്. അപ്പോൾ നീളവും വീതിയും 10% കുറച്ചു എന്ന് പറഞ്ഞാൽ നീളവും എന്താണ് 90%, വീതിയും 90%. 100%-ത്തിൽ നിന്നും 10% കുറച്ചു എന്ന് പറഞ്ഞാൽ 90% അല്ലേ. 90% എന്ന് പറഞ്ഞാൽ എന്താണ്, 90% എന്ന് പറഞ്ഞാൽ 90/100 അല്ലേ. 90 ഹരിക്കണം 100 ഇൻറ്റു നീളം ഇൻറ്റു ഉയരാണ് എന്ത് നമ്മുടെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ. നീളവും വീതിയും 10%, രണ്ടും 10% കുറയ്ക്കുകയാണ്. അപ്പോൾ നീളവും 90/100 ആണ്, വീതിയും 90/100 ആണല്ലേ. രണ്ടും 90/100 ആണല്ലേ. നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് രണ്ടും 10% കുറച്ചതാണ് എന്ത് പുതിയ പരപ്പളവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പുതിയ പരപ്പളവ് കാണാൻ നീളം ഇൻറ്റു വീതി അല്ലേ. അപ്പോൾ 90/100 ഇൻറ്റു 90/100. സീറോസ് ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരുപോലെ ഉള്ളത് വെട്ടിക്കളയാം. മുകളിലും ഒരു 0 താഴെ ഉണ്ടല്ലേ, മുകളിലും താഴെ ഒരുപോലെ ഉള്ളതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, വെട്ടിക്കളയാം. പിന്നെ എന്താണ് മേലുള്ളത് 9 × 9 ആണല്ലേ. നമ്മൾ മേലുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യുക, താഴെ ഉള്ളത് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിച്ചിട്ട് താഴെ എഴുതുക. ഇവിടെ ഇൻറ്റു ആണ് സൈൻ അല്ലേ.
ഗുണിക്കണം എന്നുള്ള ചിഹ്നമാണ്. 9 × 9 എന്താണ് 81 അല്ലേ. 9 9 81. 10 10 എത്രയാണ് 10 × 10 10 ഗുണിക്കണം 10 100 അല്ലേ. അപ്പോൾ 81/100 എന്ന് പറഞ്ഞു. ഈ 81/100 എന്താണ്? 81% അല്ലേ. നമ്മൾ 81% അല്ലേ 81/100 അല്ലേ. 10% പറഞ്ഞാൽ 10/100, 20% എന്ന് പറഞ്ഞാൽ 20/100. അപ്പോൾ 81/100 എന്താണ് 81% അല്ലേ. 81% ആണ്. നമ്മുടെ പുതിയ പരപ്പളവ് എന്ന് പറയുന്നത് പഴയ പരപ്പളവിൻ്റെ 81% കിട്ടി. അത് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ചോദ്യം അല്ലേ. പരപ്പളവ് എത്ര ശതമാനം കുറയും എന്നാണ് ചോദിച്ചത്. എത്ര ശതമാനമാണ് ഇവിടെ കുറഞ്ഞിട്ടുള്ളത് അല്ലേ. അതും നമ്മൾ നോക്കൽ എന്തിനാണ് 100%. 100% നിന്ന് എത്ര കുറവാണ് നമുക്ക് കിട്ടി 81% എന്ന് പറഞ്ഞാൽ ഈ പരപ്പളവ് നമുക്ക് കിട്ടിയ പരപ്പളവാണല്ലേ. പരപ്പളവാണ് നീളം ഇൻറ്റു വീതിയിലെ രണ്ടും കൂടി ഗുണിച്ചത് പരപ്പളവാണ്. ഈ പരപ്പളവ് എത്ര ശതമാനം കുറവാണ് അല്ലേ. 100-നേക്കാൾ എത്ര കുറവുണ്ട്? 100% ഉണ്ടോ? കുറവുണ്ട് ഇല്ലേ. 81 ഉള്ളൂ അല്ലേ. അതായത് ഒരു 19 കുറഞ്ഞിട്ടുണ്ട് അല്ലേ. 100-ന്ന് 81 പോയാൽ എത്രയാണ്? 100% നിന്നും 81% നമ്മൾ കുറയ്ക്കണം അല്ലേ. എത്ര കുറവാണെന്ന് അറിയാൻ 81 എത്ര കുറവാണ്. അതായത് ഇവിടെ 0-ൽ നിന്ന് നമുക്ക് കടമെടുക്കാൻ കഴിയില്ല അല്ലേ. 0-ൽ നിന്ന് 1 പോവില്ല. അപ്പോൾ നമ്മൾ 10-ൽ നിന്ന് 1 കടമെടുക്കുമ്പോൾ ഇത് 0 എന്തായി 10 ആവും, ഇത് 9 ആവും അല്ലേ. ഇത് 9 ആവും അല്ലേ. 10-ന്ന് 9 1 പോയാൽ ഈ 1 പോയിട്ട് ഈ 0-ൻ്റെ അടുത്ത് നിൽക്കും. ഇത് 10 ആവും അല്ലേ. 0 10 ആവും അല്ലേ. അപ്പോൾ 10-ന്ന് 1 പോയാൽ 9, 9-ന്ന് 8 പോയാൽ 1 അല്ലേ 19. അപ്പോൾ എത്ര കുറഞ്ഞിട്ടുണ്ട്? പുതിയ പരപ്പളവ് പഴയ പരപ്പളവിൽ നിന്നും 19% കുറഞ്ഞിട്ടുണ്ട് അല്ലേ. 81 അല്ലേ. ഒരു 9 കൂടി കൂട്ടിയാൽ 90 അല്ലേ. 90ഉം 10ഉം 100 അല്ലേ. അതായത് ഒരു 19% കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് 100 ആവുക അല്ലേ. അപ്പോൾ 100-ൽ നിന്നും 19 കുറഞ്ഞതാണ് ഈ 81. എത്ര കുറവാണ് എന്നാണ് ചോദിച്ചത് അല്ലേ. പുതിയ പരപ്പളവാണ് ചോദിച്ചത് അല്ലേ. പഴയ പരപ്പളവിൽ നിന്ന് എത്ര കുറഞ്ഞിട്ടുണ്ട്? പഴയ പരപ്പളവിൽ നിന്നും 19% കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് 100-ൽ നിന്ന് എത്ര കുറവാണ് അല്ലേ ഈ 81% നമുക്ക് കിട്ടിയത്. അതായത് 19% കുറവാണ്. ഇതിൻ്റെ വൈക്കണക്കിലെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ അടുത്തത് കാണിക്കാം. ഇവിടെ തന്നെ ഇതിൻ്റെത് ഇത്ര സിമ്പിളായിട്ട് ഇവിടുന്ന് എങ്ങനെ കിട്ടും ഇതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ വൈക്കണക്ക് താഴെ കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. 4-മത്തെ ചോദ്യം എന്താണ്? ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 10% വീതം കൂട്ടിയാൽ പരപ്പളവ് എത്ര ശതമാനം കൂടും? അപ്പോൾ 10% കൂടുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളിവിടെ 10% കുറച്ചു. അപ്പോൾ 100-ൽ നിന്ന് 10 പോയാൽ 90 എടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ 10% കൂട്ടുകയാണ്. 100-ന്ന് 10 കൂട്ടിയാൽ എത്രയാണ്? 110 അല്ലേ. അപ്പോൾ 110/100 അല്ലേ. 110/100 ശതമാനം എന്ന് പറഞ്ഞാൽ 100 അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ 110% എന്ന് പറഞ്ഞാൽ 110/100. 90% എന്ന് പറഞ്ഞാൽ 90/100 അല്ലേ. അപ്പോൾ നീളവും വീതിയും 10% കൂട്ടുകയാണ്. രണ്ടുമാണ് അല്ലേ. അപ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ പരപ്പളവിൻ്റെ ഇക്വേഷൻ നീളം ഇൻറ്റു വീതി. അപ്പോൾ 110/100 ഇൻറ്റു 110/100. 110/100 ഇൻറ്റു 110/100 അല്ലേ. നേരത്തെ നമ്മൾ 90 എടുത്തത് എന്താണ്? 10% കുറച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 10% കൂട്ടി. 100-ന്ന് 10 കൂടി എന്ന് പറഞ്ഞാൽ 110. ശതമാനം കാണാൻ എന്താണ്? 100 അല്ലേ. അപ്പോൾ നീളം ഇൻറ്റു വീതി അല്ലേ. രണ്ടും ഗുണിക്കുന്നതാണ്. പരപ്പളവ് എത്ര ശതമാനം കൂടുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ പരപ്പളവ് കാണാൻ നീളം ഇൻറ്റു വീതി. അപ്പോൾ നമുക്ക് പൂജ്യങ്ങളെല്ലാം അല്ലേ. ഇവിടുന്ന് ഒരു പൂജ്യം, മേലൊന്നുമില്ല, താഴത്തുനിന്ന് മുകളിൽ ഒരേപോലെയുള്ളത് ക്യാൻസൽ ചെയ്യാം ഒരുപോലെ ഉണ്ടെങ്കിൽ. നടുവിലുള്ളത് വെട്ടിക്കളയരുത്, അറ്റത്തുള്ളത് വെട്ടണം. 11 × 11 എന്താണ്? 11 ഗുണിക്കണം 11 അല്ലേ. 121 എന്ന് കിട്ടും. അപ്പോൾ 121/10 × 10 എത്രയാണ്? 100 അല്ലേ. 10 × 10 100. അപ്പോൾ 121/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 121% പെർസെൻറ്റേജ് ആണ് അല്ലേ. 10% എന്ന് പറഞ്ഞാൽ 10/100 അല്ലേ. നമ്മൾ 110/100 എന്ന് പറഞ്ഞാൽ 110%ത്തെയാണ് ഇങ്ങനെ എഴുതിയത് അല്ലേ. ഇത്ര ശതമാനം കൂടി അല്ലേ. അപ്പോൾ എന്താണ് ശതമാനം അല്ലേ. 121/100 എന്ന് പറഞ്ഞാൽ 121%. ഇത് 100-ൽ നിന്നും എത്ര കൂടുതലാണ്? എത്ര ശതമാനം കൂടും അല്ലേ. പരപ്പളവ് എത്ര ശതമാനം കൂടും? 100-ൽ നിന്ന് എത്ര കൂടുതലാണ്? നേരത്തെ 100-ൽ നിന്ന് കുറവായിരുന്നു. എത്ര ശതമാനം കുറഞ്ഞു എന്നാണല്ലേ ചോദിച്ചത്. ഇവിടെ 100-നേക്കാൾ കൂടുതലാണ്. 100-നേക്കാൾ 21 കൂടുതലാണ്. 100 + 21 അല്ല 121. 100-ൽ നിന്നും 21 കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് പറയാം 21% കൂടുതലാണെന്ന് അല്ലേ. 21% ഇവിടെ എക്സ്ട്രാ ഉണ്ടല്ലേ, കൂടുതലുണ്ട്. നമുക്ക് 100% വെച്ചിട്ടാണ് നമ്മളെല്ലാം കമ്പയർ ചെയ്യുന്നത് അല്ലേ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100-ൽ നിന്നാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ പഴയ പരപ്പളവിൻ്റെ 121% പുതിയ പരപ്പളവില്ലേ. പുതിയ പരപ്പളവ് കിട്ടി. ഇത് എത്ര കൂടുതലാണ്? എത്രയാണ് കൂടുതൽ അല്ലേ. ഒരു 21% ഇവിടെ കൂടുതലുണ്ട്, എക്സ്ട്രാ ഉണ്ട് അല്ലേ. അപ്പോൾ പുതിയ പരപ്പളവ് പഴയ പരപ്പളവിൽ നിന്നും 21% കൂടിയിട്ടുണ്ട് അല്ലേ. പുതിയ പരപ്പളവില്ലേ. പുതിയ പരപ്പളവാണ് നമ്മളോട് കാണാൻ ചോദിച്ചത് അല്ലേ. പുതിയ പരപ്പളവ് പഴയ പരപ്പളവിൽ നിന്നും 21% കൂടിയിട്ടുണ്ട് അല്ലേ. 21% കൂടിയിട്ടുണ്ടെന്ന് പറയാം. എത്ര കൂടിയിട്ടുണ്ടല്ലേ. 100-ൽ നിന്ന് എത്ര കൂടുതലാണ്? ഇവിടെ കുറവാണോ? 100-നേക്കാൾ കുറവാണോ? അല്ല, കൂടുതലാണ് അല്ലേ. അപ്പോൾ 121 പറഞ്ഞാൽ 21% കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തു. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. ആരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യാൻ കുറേ ആളുകളുണ്ട്. ആരും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ വൈക്കണക്കായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് വൈക്കണക്കായിട്ട് കാണിച്ചു തരാം. സംഭവം ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് അല്ലേ. 2 നീളവും വീതിയും ഗുണിച്ചാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടി അല്ലേ, ശതമാനം കിട്ടി. അത് എത്ര 100-ൽ നിന്നും എത്ര കൂടുതലാണ് അല്ലേ, 100-ൽ നിന്നും എത്ര കുറവാണ് എന്ന് നോക്കിയാൽ മതി.
നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വൈക്കണക്കായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് എങ്ങനെ കിട്ടി എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. കമൻറ്റ് ബോക്സ് വഴി ഒരുപാട് പേര് വൈക്കണക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലേ. മലയാളം മീഡിയം മാത്രമായിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ഈ ഉത്തരം അല്ലേ 19% കുറഞ്ഞിട്ടുണ്ടല്ലേ. പഴയ പരപ്പളിൽ നിന്നും 19% കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് 81% കിട്ടിയത്. അതായത് 100-ൽ നിന്നും 81 പോയാൽ 19. ഓരോ സ്റ്റെപ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ടവർക്കൊന്ന് വിശദീകരിച്ച് തരാം അല്ലേ. നമുക്ക് കാണേണ്ടത് ചോദ്യത്തിൽ എന്താണ്, പുതിയ പരപ്പളവാണ്. അതായത് പുതിയ നീളം ഇൻറ്റു പുതിയ വീതി അല്ലേ. പരപ്പളവ് കാണാൻ എന്താണ്, നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ പുതിയ പരപ്പളവ് കാണാൻ പുതിയ നീളം ഇൻറ്റു പുതിയ വീതി അല്ലേ. പഴയ പരപ്പളവ് കാണാൻ പഴയ നീളം ഇൻറ്റു പഴയ വീതി അല്ലേ. അപ്പോൾ പുതിയ നീളം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഴയ നീളത്തിൻ്റെ 90% അല്ലേ. അതായത് പഴയ നീളത്തിൽ നിന്നും 10% കുറഞ്ഞതാണ്. ഈ 10% കുറവ് കൂടുതൽ എന്നൊക്കെ പറയുന്നത് ഏതിൽ നിന്നാണ്, 100%-ൽ നിന്നാണ് 10% കുറവ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ എല്ലാം നമ്മുടെ വിജയ ശതമാനമൊക്കെ 100%-ൽ 100% വിജയം അല്ലേ. 10% കുട്ടികൾ, 1% കുട്ടികൾ തോറ്റു എന്നൊക്കെ പറയുന്നത് 100% വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ 90%-ൻ്റെ പഴയ നീളമാണ് പുതിയ നീളം എന്ന് പറയുന്നത്. അതായത് 10% കുറവാണ് പുതിയ നീളം എന്ന് പറയുന്നത്. 10% കുറവാണെന്ന് പറഞ്ഞാൽ 90%. 90% എന്ന് പറഞ്ഞാൽ 90/100 അല്ലേ. ശതമാനം അല്ലേ. 10% പറഞ്ഞാൽ 10/100 അല്ലേ. 90% അല്ലേ. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 90/100. അതേപോലെ തന്നെയാണ് പുതിയ വീതി എന്താണ്, 10% കുറവാണ്. നീളവും വീതിയും 10% കുറവാണ്. 10% കുറവാണ് പറഞ്ഞാൽ 90%. അതായത് 90/100 അല്ലേ. അപ്പോൾ പുതിയ പരപ്പളവ് പറഞ്ഞാൽ പുതിയ നീളവും പുതിയ വീതിയും ഗുണിക്കുന്നതാണല്ലേ. അപ്പോൾ പുതിയ നീളം എന്ന് പറയുന്നത് ഏതാണ്, പഴയ നീളം ഇൻറ്റു 90/100 ആണ്. പുതിയ വീതി എന്ന് പറയുന്നത് ഏതാണ്, പഴയ വീതി ഇൻറ്റു 90/100 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പുതിയ പരപ്പളവല്ലേ. പഴയ നീളം ഇൻറ്റു പഴയ വീതി എന്താണ്, പഴയ പരപ്പളവല്ലേ നീളം ഇൻറ്റു വീതി എന്ന് പറയുന്നത്. ഇവിടെ പഴയ എന്നാണ്. അപ്പോൾ പഴയ നീളം ഇൻറ്റു പഴയ വീതിനെ നമ്മൾ ഒരുമിച്ച് എഴുതി അല്ലേ. അതൊന്ന് അടുത്തേക്കാക്കി. അതായത് നമുക്ക് അടുത്തത് പഴയ പരപ്പളവ് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. 90/100 ഇൻറ്റു 90/100 അല്ലേ. അത് ഗുണിക്കേണ്ടത് ഒരുമിച്ചും എഴുതി. അപ്പോൾ പഴയ നീളം ഇൻറ്റു പഴയ വീതി എന്താണ്, പഴയ പരപ്പളവാണ് അല്ലേ. അതായത് 90/100 ഇൻറ്റു 90/100 എന്താണ് അല്ലേ. നമുക്ക് പൂജ്യങ്ങളൊക്കെ വെട്ടാം അല്ലേ. 90-ൻ്റെ ഈ പൂജ്യവും താഴത്തുനിന്നൊരു പൂജ്യവും ഈ പൂജ്യവും അല്ലേ. ഈ പൂജ്യവും ഞാൻ തൊട്ട് മുന്നേ കാണിച്ചതാണല്ലേ. ഇതെല്ലാം കാണിച്ചത്. അതായത് 9 × 9 81, 10 × 10 100 അല്ലേ. പൂജ്യങ്ങളെല്ലാം വെട്ടിയാൽ മുകളിൽ 9 × 9 ഉണ്ടാവുക, താഴെ എന്താണ് 10 × 10 ഉണ്ടാവുക. 9 × 9 81, 10 × 10 100 അല്ലേ. അപ്പോൾ 81/100 എന്താണ് അല്ലേ, 81%ആണല്ലേ. 10% എന്നാൽ 10/100. അപ്പോൾ 81% എന്ന് പറഞ്ഞാൽ 81/100 ആണ്. അപ്പോൾ ഇവിടെയുള്ള 81/100 എന്ന് പറയുന്നത് 81% പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പുതിയ പരപ്പളവ് പഴയ പരപ്പളവ് ഇൻറ്റു 81% അല്ലേ. അപ്പോൾ പഴയ പരപ്പളവിൻ്റെ 81% പുതിയ പരപ്പളവ് എന്ന് കിട്ടി. ഇപ്പോൾ പുതിയ പരപ്പളവാണ് നമ്മോട് കാണാൻ പറഞ്ഞത് അല്ലേ. അതെന്താണ്, പഴയ പരപ്പളവിൻ്റെ 81% കിട്ടിയത്. അത് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. 81% എന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് എത്ര കുറവാണ് അല്ലേ. അത് നമ്മൾ 100-ലാണ് കമ്പയർ ചെയ്യേണ്ടത്, താരതമ്യം ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 81% എന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് 81 പോയാൽ 19 അല്ലേ. ഇനി 100-ലേക്ക് എത്താൻ ഒരു 19 കൂടി കൂട്ടിയാലല്ലേ 100-ലേക്ക് എത്തുള്ളൂ. അപ്പോൾ 100-ൽ നിന്നും 81 താഴോട്ടാണ്. അപ്പോൾ എത്ര കുറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു 19% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ പരപ്പളവ് പഴയ പരപ്പളവിൽ നിന്നും 19% കുറഞ്ഞിട്ടുണ്ട്. പുതിയ പരപ്പളവ് പഴയ പരപ്പളവിൽ നിന്ന് എത്ര കുറഞ്ഞിട്ടുണ്ട്, 19% കുറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ചോദ്യം. 19% കുറഞ്ഞിട്ടുണ്ട്. അതായത് 81% എന്ന് പറഞ്ഞാൽ 100-ൽ നിന്നും 19 കുറഞ്ഞതാണല്ലേ. എത്ര കുറവാണ് അല്ലേ, എത്ര കുറവാണ് ഈ പരപ്പളവ്, എത്ര കുറവാണെന്നാണ് ചോദിച്ചത്. 19% കുറവാണ്. ഇതുപോലെ തന്നെയാണ് 4-മത്തെ ചോദ്യവും അല്ലേ. അതെന്താണ്, 10% കൂടുതലാണെന്ന് പറയുമ്പോൾ 100-ൽ നിന്നും 10 കൂട്ടിയാൽ 110 അല്ലേ. അപ്പോൾ 90-ൻ്റെ പകരം ഇവിടെ 110 എന്നെടുക്കുക. അപ്പോൾ 4-മത്തെ ചോദ്യത്തിൻ്റെ വൈക്കണക്ക് അല്ലേ. 4-മത്തെ ചോദ്യം എന്താണ്, നീളവും വീതിയും 10% കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ പരപ്പളവ് എത്ര ശതമാനം കൂടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ 10%, 100-ൽ നിന്നും 10% കൂടുതലാണെന്നാണ് പറയുന്നത്. എല്ലാം നമ്മൾ 100-ലാണ് താരതമ്യം ചെയ്യേണ്ടത്. അപ്പോൾ 100-ൽ നിന്നും 10 കൂടുതൽ 110% കൂടിയിട്ടുള്ളത്. നീളവും വീതിയും 110%. 110% എന്ന് പറഞ്ഞാൽ 110/100 അല്ലേ. അപ്പോൾ നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് കാണാൻ. അതായത് 110/100 ഇൻറ്റു 110/100 അല്ലേ. നീളവും വീതിയും 110/100 ആണ്. അപ്പോൾ അത് രണ്ടും ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരില്ലേ, പൂജ്യങ്ങളെല്ലാം വെട്ടിപ്പോകും അല്ലേ. മുകളിൽ നിന്നും താഴ്ന്നും പൂജ്യങ്ങൾ വെട്ടിയാൽ മുകളിൽ 11 × 11 എന്താണ് 121, 10 × 10 100 എന്ന് വരും താഴെ അല്ലേ. അപ്പോൾ 121/100 എന്ന് പറഞ്ഞാൽ 121%. പുതിയ പരപ്പളവ് പറഞ്ഞാൽ പഴയ പരപ്പളവിൻ്റെ 121%. അതായത് എത്ര കൂടുതലാണ് അല്ലേ, പഴയ പരപ്പളവേ നമുക്ക് അത് എത്ര കൂടുതലാണ്, 100-ൽ നിന്ന് എത്ര കൂടുതലാണ് അല്ലേ. 100 + 21 അല്ലേ 121. 100-ൽ നിന്ന് 21% കൂടുതലാണ്. പുതിയ പരപ്പളവ് പഴയ പരപ്പളവിൽ നിന്ന് 21% കൂടിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ രണ്ടിൻ്റെയും വൈക്കണക്ക് ഞാൻ മെത്തേഡായിട്ട് കാണിച്ചിട്ടുണ്ട്. ആദ്യം ഇത് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അല്ലേ, ഗുണിക്കുന്നതും എല്ലാം കാണിച്ചിട്ട് വിവരിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുതേ. നിങ്ങളുടെ കമൻസാണ് എൻ്റെ മോട്ടിവേഷൻ.
ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ആരും കമൻറ്റ് ഇടുന്നതല്ലാതെ ആരും ലൈക്ക് ചെയ്യുന്നത് കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അല്ലേ, എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം. ഒരുപാട് പേര് മലയാളത്തിൽ ഇതിൻ്റെ വൈക്കണക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പുതിയ വീഡിയോ ചെയ്യുന്നത്.